ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമുക്കിത് ഒരാഴ്ചയോളം പുറത്ത് വെച്ച് സൂക്ഷിക്കാം, ചീത്തയൊന്നും ആവത്തില്ല. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാം, പുറത്ത് ജോലിക്ക് പോകുന്നവർക്കായാലും ഗൾഫിലൊക്കെ പോകുന്നവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇത് നല്ലൊരു ബിസിനസ് ഐഡിയയും കൂടാണ്, നന്നായിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 3 സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ കപ്പ് അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട്, അത് വേവിച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച് വെച്ചതാണ്. വേവിച്ചിട്ട് ഞാൻ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പം എല്ലോ നെയ്യോ ഒന്നും പെടാതെ നോക്കണേ. ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് സവാളയൊന്ന് വറുത്തെടുക്കണം, മൊരാന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് സവാള വറക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ സവാള നമുക്ക് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകാതെ നന്നായിട്ട് നല്ല ബ്രൗൺ നിറത്തിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ സവാള പകുതി വേവായിട്ടുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്, തീ ഒട്ടും കുറച്ച് വെക്കരുത്. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ നിറത്തിലോട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ സമയമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം, ഇല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോവും. ഞാനിതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ബീഫും ഇതേപോലെ വറക്കാൻ വെക്കുന്നുണ്ട്. നമുക്ക് ആ സവാള വറുത്ത എണ്ണയിലേക്ക് തന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമുക്ക് ആ സവാള മൊരിച്ചെടുത്തതുപോലെ ഈ ബീഫ് നമുക്ക് മൊരിച്ചെടുക്കണം. നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതേപോലെ വെള്ളമെല്ലാം നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഒട്ടും വെള്ളമയം കാണരുത്, അതേപോലെ നെയ്മയവും കാണരുത്. അങ്ങനെയാണെങ്കിൽ ഇത് കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ ഇടിയിറച്ചിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 3 ഐറ്റം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബീഫ് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ആ പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പം. അപ്പോൾ ഇത് 3ഉം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഒട്ടും വെള്ളമയം കാണരുത്, അതേപോലെ നമുക്ക് ഈ ഇറച്ചി മൊരിച്ചെടുക്കണം. നമുക്ക് ഇത് പുറത്ത് കൊടുത്തുവിടാനായാലും പിള്ളേർക്ക് കൊടുത്തുവിടാനായാലും അത് തന്നെ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. ഇത് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. കാരണം ഒരാഴ്ചയിൽ കൂടുതൽ ഇത് ചീത്തയാവാതെ ഇരുന്നോളും. അതുപോലെ ഇതിന് നല്ല റേറ്റുമാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ചേറെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ മൊരിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് ഒരു പകുതി ശതമാനം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ബീഫെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ തവിയിട്ട് ഇളക്കുമ്പോൾ നല്ല കിറുകിറാന്ന് സൗണ്ട് കേൾക്കണം. അതാണ് അതിൻ്റെ മൊരിച്ചിലിൻ്റെ പാകം. ഇനി നമുക്ക് ഇതിലേക്ക് ആ മൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ആറാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ അത് അടച്ച് വെക്കരുത്, ഈർപ്പം തട്ടും. ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് കൂടുതൽ അതിരിക്കത്തില്ല, കനച്ചു പോവും, ചീത്തയായി പോവും. അപ്പം നമുക്കിത് തുറന്ന് വെച്ചിട്ട് ആവിയെല്ലാം കളഞ്ഞ് ഇത് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെക്കുന്നതിന് മുമ്പ് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. എനിക്കിവിടെ പാകത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml 1 കപ്പ് മൈദ. ഇനി ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലോർ ഉപയോഗിക്കാം. നമുക്ക് കോൺഫ്ലോർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് എടുത്തത്. അപ്പം കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ കൂടുതൽ നല്ലത് കോൺഫ്ലോർ തന്നെയാണ്. അപ്പം നിങ്ങൾ കൂടുതലും കോൺഫ്ലോർ എടുക്കാൻ നോക്കുക. ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് അരിപ്പൊടി ചേർത്തത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം അല്പമായിട്ട് നമുക്ക് സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. സാധാ പച്ചവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി തടകിയിട്ട് ഇതൊരു 15 മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് മാവ് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും.
ഇത് 15 മിനിറ്റിലേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം. എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. ഒട്ടും കട്ടിയാവരുത്. കട്ടിയായി കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിലിട്ട് വറക്കുന്ന സമയത്ത് നല്ല ഹാർഡാവും. അതുകൊണ്ട് എത്രത്തോളം കട്ടി കുറച്ച് പരത്താവോ അത്രത്തോളം കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാൻ. ഞാനിതിപ്പോൾ ഒരു 4 ഉരുളയാക്കി എടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ 4 വലിയ ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് കുറച്ച് മൈദാമാവും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് വിശാലമായിട്ട് പരത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കട്ടിംഗ് ബോർഡ് തന്നെ എടുത്തത്. ചപ്പാത്തി പലകയാകുമ്പോൾ കുറച്ച് മാത്രമേ വലിപ്പമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കട്ടിംഗ് ബോർഡ് എടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് പരത്തിയെടുക്കാം. ഞാൻ കട്ടിംഗ് ബോർഡിൻ്റെ അത്രയും വലിപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു പാത്രം എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം. പരത്തുമ്പം എല്ലായിടത്തും ഒരേ കനത്തിൽ പരത്താൻ നോക്കണേ. അപ്പോൾ കിട്ടുന്നത്ര രീതിയിൽ ഞാൻ ചെറിയ ചെറിയ ചപ്പാത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ച് മാത്രം വെച്ചാൽ മതി. ഞാൻ ആദ്യം കുറച്ച് കൂടുതലായി പോയി വെച്ചത്. അത്രയും വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് ഒന്നും വെളിയിൽ പോകാത്ത രീതിയിൽ. അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കാം. ഇതേപോലെ മടക്കി എടുത്തിട്ട് അറ്റം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മൈദ ആയതുകൊണ്ട് ഒട്ടിയിരുന്നോളും. ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇത് ലാസ്റ്റത്തെ ചപ്പാത്തിയാണ്. അതും ഇതേപോലെ ഫില്ലിങ് വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. ഇവിടെ ഞാൻ വറക്കാൻ വേണ്ടി ഒരു ഇരുമ്പിൻ്റെ കുഴിഞ്ഞ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ കുഴിഞ്ഞ ചീനച്ചട്ടി എടുക്കുന്നത് വെച്ചാൽ നമുക്ക് എണ്ണ കുറച്ച് മതി. നമുക്ക് സംഭവം ഇതിനകത്ത് മുങ്ങിക്കിടന്നോളും. പരന്ന ചട്ടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നമ്മുടെ അട അതിനകത്ത് മുങ്ങിക്കിടക്കാൻ വേണ്ടി പാകത്തിന് എണ്ണ ഒഴിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുറച്ച് എണ്ണ മതിയാവും. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിനകത്തിട്ട് വറുത്തെടുക്കാം. ഞാൻ ആദ്യം ഒരു 4 എണ്ണമാണ് വറുത്തെടുക്കുന്നത്. സൈസ് കുറവായതുകൊണ്ട് അതിന് 4 എണ്ണം വറുത്തെടുക്കാം. ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിഞ്ഞു. ഞാൻ അടുത്ത സൈഡും കൂടെ മൊരിക്കാൻ വേണ്ടി തിരിച്ചിട്ടു. ഞാൻ എല്ലാം മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അത് കോരി മാറ്റാം. ഇപ്പോൾ 2 സൈഡ് ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് അടുത്തും ഇതേപോലെ 4 എണ്ണം ഇട്ട് കൊടുക്കാം. അടുത്തതും ഇതേപോലെ 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോൾ നല്ല ചൂടാവുമല്ലോ, പെട്ടെന്ന് ചൂടാവുമല്ലോ എണ്ണ. അപ്പോൾ ഇതും പെട്ടെന്ന് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് മൊരിച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബീഫ് ഒന്ന് മൊരിഞ്ഞ് കിട്ടാനുള്ള താമസമേ ഉള്ളൂ. ബാക്കി എല്ലാം എളുപ്പമാട്ടോ ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.